ഹൃദയം തൊട്ടറിഞ്ഞ കവിതയിലും കരങ്ങളാൽ തൂലികയെ വിടുന്ന കഥകളാലും മെനഞ്ഞെടുത്ത മനുഷ്യന്റെ അവകാശവും അഭിമാനവുമാണ് ഭാഷ. നമസ്കാരം, ഞാൻ ആനന്ദ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം. മലയാള ഭാഷ കൈരളി എന്നും അറിയപ്പെടുന്നു. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയും പ്രാചീനതയും സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നും അവ്യക്തമാണ്. ലോകത്താകമാനം 3.5 കോടി ജനങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന മലയാളത്തിന് ഇതര ഭാഷകളായ സംസ്കൃതം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളുമായി പ്രകടമായ ബന്ധമുണ്ട്. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് പാശ്ചാത്യ ഭാഷാ ചരിത്രകാരനായ കാൾഡ്വെലാണ്. പഴയ തമിഴിൽ നിന്നാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തി. മറ്റെല്ലാ ഭാഷകളിലും എന്ന പോലെ തമിഴിലും ദേശീയ ഭേദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൊരു ഭേദമായ കൊടുന്തമിഴാണ് പിന്നീട് മലനാട്ടിലെ ഭാഷയായ മലയാളമായി രൂപം പ്രാപിച്ചതെന്ന് ഭാഷാശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീന കൃതിയാണ് പാട്ട് എന്ന പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന രാമചരിതം. ചീരാമൻ എന്ന കവിയാണ് ഇത് രചിച്ചത്. പിന്നീട് ആര്യന്മാരുടെ ആധിപത്യത്തോടെ കേരളത്തിൽ പാട്ടിന് സമാന്തരമായി ആവിർഭവിച്ച മറ്റൊരു കാവ്യരീതിയാണ് മണിപ്രവാളം. സംസ്കൃതവും മലയാളവും പരസ്പരം വേറിട്ടറിയാൻ കഴിയാത്ത വിധം കലർത്തിയുള്ള കാവ്യരചനാ സമ്പ്രദായമാണിത്. മണിപ്രവാള കാലഘട്ടത്തിനു ശേഷം പിന്നീട് വന്ന മുഖ്യ കൃതികൾ കണ്ണശന്മാരുടേതാണ്. കേവലം കരുന്തമിഴായി കഴിഞ്ഞിരുന്ന മലയാള ഭാഷയെ അതിൽ നിന്നും അല്പാൽപമായി വേർപെടുത്തി സംസ്കൃത പ്രയോഗത്താൽ മോടി കൂട്ടി നവചൈതന്യം പകർന്നവരാണ് നിരണം കവികൾ. കണ്ണശന്മാർക്കു ശേഷം ഭാഷാപദ്യ സാഹിത്യത്തിന്റെ ഗാനശാഖയെ ഏറ്റവും അധികം പരിപോഷിപ്പിച്ചത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയായിരുന്നു. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കവിയായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ 15ാം നൂറ്റാണ്ടിനും 16ാം നൂറ്റാണ്ടിനുമിടയിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തെ മലയാള ഭാഷയുടെ ഉപജ്ഞാതാവെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. 30 അക്ഷരമുള്ള വട്ടെഴുത്തിനു പകരം 51 അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയത് എഴുത്തച്ഛനാണ്. 18ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനത്തിലൂടെ മലയാളികളെ ചിരിപ്പിച്ച അദ്ദേഹം തുള്ളൽ എന്ന നൃത്തകലയുടെ ഉപജ്ഞാതാവ് എന്ന നിലയിലും പ്രസിദ്ധനാണ്. ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരെ മലയാളത്തിന്റെ പ്രാചീന കവിത്രയമെന്നും കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരെ മലയാളത്തിന്റെ ആധുനിക കവിത്രയമെന്നും അറിയപ്പെടുന്നു. ഏറ്റവും പഴക്കം ചെന്ന വാഴപ്പള്ളി ശാസനത്തിൽ തുടങ്ങി ഭാഷാ കൗടല്യത്തിലൂടെ വർത്തമാന പുസ്തകത്തിലൂടെ ചെറുകഥയിലേക്കും നോവലുകളിലേക്കും മലയാള ഭാഷ പടർന്നു പന്തലിച്ചു. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. CV രാമൻ പിള്ളയുടെ കൃതികൾ ഭാഷയുടെ ഓജസ്സും കരുത്തും വർദ്ധിപ്പിച്ചു. മലയാളത്തിൽ ആദ്യത്തെ അച്ചടിഭാഷ പുരണ്ട കൃതി ഇറ്റലിക്കാരനായ ക്ലെമന്റ് പിയാനിയോസിന്റെ സംക്ഷേപ വേദാർത്ഥമാണ്. പിന്നീട് രൂപപ്പെട്ട ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് മലയാളികളുടെ വായനയിലും മലയാളത്തിന്റെ പ്രചാരണത്തിലും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വിജ്ഞാന ശാഖയെയും ഉൾക്കൊള്ളാൻ മലയാള ഭാഷയ്ക്ക് കഴിയും. ലോകത്തിന്റെ ഏത് കോണിലും മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മലയാളവുമുണ്ട്. ഭാഷ നിലനിൽക്കുക എന്നാൽ ഒരു സംസ്കാരം നിലനിൽക്കുക എന്നാണ്. ഭാഷയോടൊപ്പം സംസ്കാരവും വളരുന്നു. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന മലയാളികളിലൂടെ മലയാള ഭാഷയുടെ മഹത്വം ലോകമെങ്ങും പരക്കുമെന്നും അത് അനശ്വരമായി നിലനിൽക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.